ഹായ് ഫ്രണ്ട്സ്, ഹായ് പബ്ലോസ്. അങ്ങനെയുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇപ്പൊ കരിമ്പ് ജ്യൂസ് ഒക്കെ കുടിച്ചല്ലോ നമ്മള്. അതെങ്ങനെ ഉണ്ടായിരുന്നു? കരിമ്പ് ജ്യൂസ് പൊളിയല്ലേ, അടിപൊളി, നല്ല നാച്ചുറൽ കരിമ്പ് ജ്യൂസ്. ബാക്കിയൊക്കെ നാച്ചുറൽ അല്ലേ? ബാക്കിയൊക്കെ നാച്ചുറൽ ആണ്, പക്ഷെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടില് പിണ്ടി, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറിജിനൽ. അതിന്റെ അകത്ത് ഒരുപാട് സത്തുണ്ട്. നമ്മളത് കാണുമ്പോ നമുക്ക് കാണുക തന്നെ ചെയ്യാം. ഉണക്ക കരിമ്പ് ജ്യൂസ് ആണ്. അതെ അതെ, നമ്മുടെ നാട്ടില് ഉണക്ക, ഇവിടെ അടിപൊളി ഫ്രഷ്. എനർജി കിട്ടിയില്ല അത് കുടിച്ചപ്പോ. എനർജി കിട്ടി. അടുത്ത പരിപാടി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നേരെ മജ്ലിസിലേക്ക്. അപ്പൊ അവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ? അവിടെ നല്ല തുണ്ടമ്മി ഫ്രൈ ചെയ്ത് തരും, നമ്മുടെ മുമ്പ് വെച്ച് തന്നെ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ മസാലക്കൂട്ട്. അവിടുത്തെ സ്പെഷ്യൽ ഒരു മസാലക്കൂട്ടാണ്. കണ്ടിട്ടില്ല കേട്ടോ. സാധാരണ ഫ്രൈ ചെയ്യുമ്പോ ഫ്രൈ മാത്രം മസാല വെട്ടിയിട്ടല്ലേ. ഇത് ഇവര് ഈ ഫ്രൈയുടെ പുറത്ത് സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ സാധനം അരിഞ്ഞത് എണ്ണയിലിട്ട് കോരിയിട്ട് നേരെ എന്റെ പുറത്തോട്ട് തട്ടും. എന്തായാലും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വൈറലായ കടയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ആണ് കേട്ടോ. കൂട്ടിലാണ് പ്രത്യേകത. അതെ അതെ, അവിടുത്തെ സ്പെഷ്യൽ കൂട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കടയാണ് ഇത്. നമ്മുടെ വിഴിഞ്ഞം പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. എന്തായാലും നമ്മൾ നേരെ വിടുന്നത് അങ്ങോട്ടാണ്. നമ്മുടെ മജ്ലിസ്. നമ്മള് തമിഴ് ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മള് കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനും എന്റെ ബബ്ലൂസും റെഡിയായി വന്നിരിക്കുകയാണ്. ഇത്ര ദിവസം നമ്മള് തമിഴ്നാട്ടിലെ ഫുഡുകളായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ കേരളത്തിലെ ഒരു ഫുഡിന്റെ ഒരു കടയിലോട്ട് എത്തിയപ്പോഴത്തേക്ക്, ഒരു റെസ്റ്റോറന്റിൽ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. കേരള ഫുഡ് കഴിക്കാമല്ലോ. എത്രയൊക്കെ ആണേലും കേരള ഫുഡ് തന്നെയാണ്. അതിന്റെ ടേസ്റ്റിന് വേറെ എവിടുന്ന് ഒരു ഫുഡ് കഴിച്ചാലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ, നമ്മുടെ നാടൻ ഫുഡിനോട്. അങ്ങനെ ഇതാണ് നമ്മുടെ സ്വന്തം ഈ കഥാപാത്രം. മുടിയൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടാ, അദ്ദേഹമാണ് കേട്ടോ അതിന്റെ ഓണർ. അപ്പൊ നിങ്ങൾ കാണുന്ന പോലൊന്നും അല്ല അദ്ദേഹം. ആ ഒരു മസാലക്കൂട്ട് നിങ്ങൾ വേണേ കണ്ടുപഠിച്ചോ. ഇനി കണ്ടില്ലെന്ന് മാത്രം ആരും പറയരുത്. നേരെ നമ്മൾ അവിടെ പോയി ഇരുന്ന് ഒന്ന് കുറച്ചു നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടേ നേരെ ഇങ്ങോട്ട് വരുന്നുള്ളു കേട്ടോ. ഇന്നിപ്പോ എല്ലാം കാണിച്ചു തരും കേട്ടോ. എല്ലാ സംഭവങ്ങളും എല്ലാം കാണിച്ചു തരും. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അല്ലേ? മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം വരാൻ. അപ്പോഴത്തേക്ക് ആർക്കോ വേറെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അത്യാവശ്യം വില ഉണ്ട്. ഇപ്പൊ മീൻ കുറവാണ് മാർക്കറ്റ്. ബട്ടർ ഫിഷ് ഒക്കെ ആണെങ്കിൽ 750 രൂപ റേഞ്ച്. ബട്ടർ ഫിഷ് എന്നാണ് അതിന്റെ പേര്. അത് കോസ്റ്റ്. പിന്നെ ഹമൂർ 300, 350. പിന്നെ സൈസ് അനുസരിച്ച് നമുക്ക് റേറ്റ് മാറും. പിന്നെ കണവ, കൊഞ്ച്, ഞണ്ടുണ്ട്. ഞണ്ട് കണവുണ്ട്, കൊഞ്ചുണ്ട്, മീൻമുട്ടുണ്ട്. അങ്ങനെതാ മീൻ ഫ്രൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ല ഫ്രഷ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവര് പഴയ എണ്ണയില്ലേ, അത് വറുത്തത് മാറ്റി ഇങ്ങനെ ഒരു ടിന്നിനകത്താക്കി വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ വീണ്ടും ഒഴിക്കും. അപ്പോഴാണ് അങ്ങനെയുള്ള സാധനം ഉപയോഗിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടും. ഇതാകുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ നല്ല ഫ്രഷ് എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ്, അത് നല്ല നാടൻ വെളിച്ചെണ്ണ. അപ്പം ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ഫിഷ് ഇതാണ് കേട്ടാ. അവനതാ തിളച്ച എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. ഇതാരും ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടില്ല. സാധാരണ എനിക്ക് തോന്നുന്നു അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിയുടെ സ്പെഷ്യൽ എന്തോ ഒരു ട്രിക്കാണ് അത്. കൂട്ടുവാണ്, സ്പെഷ്യൽ ട്രിക്കാണ്. ആദ്യം തന്നെ എണ്ണയിലോട്ട് ആ ഫിഷ് ഇടാതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇനി അവന് അതേപോലെ തന്നെ ഇടും കേട്ടോ. നിങ്ങൾ കാണേണ്ടത് മറ്റൊരു കാര്യം കൂടാണ്. ഇന്ന് കണ്ടോ, ശരിക്കും ഞെട്ടിപ്പോവും. എന്തായാലും എല്ലാ ടൈപ്പിലെ ഫുഡ് ഇവിടെ ഉണ്ട് കേട്ടോ. കപ്പയുണ്ട്, തലക്കറിയുണ്ട്, എല്ലാ സൈസിലെ മീൻ. ഇവിടെ വിഴിഞ്ഞ ഹാർബർ ഇതിന്റെ തൊട്ടടുത്തായോണ്ട് മീൻ കിട്ടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കൂട്ട്. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ട, അത് അതിലേക്ക് ഇടുക. അത് ആ ഫിഷിന്റെ ഫ്രൈയുടെ പുറത്തോട്ട് വിടും. കൂടാതെ സെപ്പറേറ്റ് ഇത് കഴിയുമ്പം ഫ്രൈ ഒരു എല്ലാം റെഡി ആക്കി വേണ്ടി പാത്രത്തിൽ മാറ്റി കഴിഞ്ഞ് പിന്നെ അത് എണ്ണയിലിട്ട് കുറച്ചും കൂടെ കോരിയിട്ട് ഇതിന്റെ പുറത്തോട്ടും കൂടെ ഇടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സ്പെഷ്യൽ കൂട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് അല്ലെ വിഴിഞ്ഞത്ത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങളെ വീഡിയോയും കണ്ടു കാണും. എന്തായാലും നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി കേട്ടാ. ഇതണ്ടാ, ഇതണ്ട അഴുക്കൊക്കെ ഇതേപോലെ തന്നെ കോരി എടുത്ത് മാറ്റി. ലാസ്റ്റ് ഒരു അഴുക്ക് പോലെ എണ്ണയെ കാണത്തില്ല. എന്ത് തന്നെയാണേലും ആ ഒരു മസാല കൂട്ടും ആ ഒരു ടേസ്റ്റും ഒന്ന് വേറെ തന്നെ. ഇത് കണ്ട മജ്ലിസ് കേട്ടാ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. എന്തായാലും ഒരു പൊളിയാണല്ലേ, കാരണം ഇവിടെ ഹാർബർ ഉള്ളതുകൊണ്ട് ഫ്രഷ് മീനാണ്.
ദേ അങ്ങനെ വന്ന് നമ്മുടെ ഫിഷ് ഫ്രൈ. അയ്യോ കണ്ടാ സ്പെഷ്യൽ മസാലക്കൂട്ട് കണ്ട, അതിന്റെ പുറത്തിരിക്കുന്ന കണ്ട, എവിടെയെങ്കിലും ഇതുപോലെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തന്നെ പറ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, അറിയാലോ. നേരത്തെ കൊതി വന്നായിരുന്നു അത് ഉണ്ടാക്കുന്ന ഫിഷ് ഒക്കെ നമ്മുടെ ഫേവറേറ്റ് അല്ലേ, കണ്ടു കഴിഞ്ഞാൽ ആരാണേലും. പക്ഷെ ഈ ഒരു സാധനം ഒരു പ്രത്യേകതയുണ്ട്, പുള്ളി ഉണ്ടാക്കുന്നത് കാണുമ്പോ ആരാണേലും ഒന്ന് കൊതിച്ചു പോകും. അതൊരു വേറിട്ടൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കൂടാതെ നമ്മൾ എന്തുവാണ് ഇനി അടുത്ത് ഓർഡർ ചെയ്തേക്കുന്നത്? നമ്മൾ ഇനി വേറൊരു സ്പെഷ്യൽ ഉണ്ട്, മീൻ മുട്ട ഫ്രൈ. അതെ, എന്താന്നറിയാം, ഹമൂറിന്റെ മീൻ മുട്ട ഫ്രൈ. ആദ്യമായിട്ടാണ് ഹമൂറിന്റെ മീൻ മുട്ട ഫ്രൈ കഴിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇനി അടുത്തത് വരും, അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ്. എങ്ങനെയുണ്ട് അസ്മര? ഒരു രക്ഷയില്ല. ഓ, തസ്മീനോട് പിന്നെ ചോദിക്കാതിരിക്കുന്നതല്ല കേട്ടാ. എവിടെ ചെന്നാലും കുറ്റം പറയുന്ന ഒരാളാണ് തസ്മീർ. എന്താ അങ്ങനെ എപ്പോഴും ഒന്നും കുറ്റം പറയരുത് കേട്ടോ, ദോഷമാണ്. മോശമാണ്. ഞാൻ കഴിച്ചു നോക്കട്ടാ. പേരിന് എനിക്ക് ഇച്ചിരി തരും കേട്ടാ, വാക്ക് മൊത്തം തിന്നുന്ന ആളാണ്. എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി വേറെ കുറെ സാധനമൊക്കെ കുടിച്ചോണ്ട് വയറ് നിറഞ്ഞ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു നിരാശയുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ, പിടിക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ, എനിക്ക് ഇതിനെക്കാട്ടി കൂടുതൽ മീൻമുട്ട ഫ്രൈ കിട്ടുന്നതിന്റെ ഒരു സന്തോഷമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻമുട്ട കേട്ടോ. മീൻമുട്ട ഫ്രൈ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതിന്റെ മസാല കണ്ടില്ലേ, അതിന്റെ മസാലയും ഒരു പ്രത്യേക. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു മസാല ട്രിക്ക് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മസാല കൂട്ടി മാത്രം നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പറ്റും. എന്തായാലും വാഴയില ഊണാണ് കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി. ഇനി നമ്മൾ നേരെ കോവളം ബീച്ചിലേക്കാണ് പോകുന്നത് അല്ലേ? അങ്ങനെ നമ്മള് നമ്മുടെ യാത്ര വീണ്ടും തുടരുവാണ് കോവളം ബീച്ചിലേക്ക്. ആദ്യം കോവളം ബീച്ചിൽ പോയിട്ട് പിന്നെ നമ്മൾ വർക്കല ക്ലിഫിൽ കയറും അല്ലേ? അതിനുശേഷമാണ് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പൊ നിങ്ങക്ക് എല്ലാ ബീച്ചും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് സീറോ ബീച്ചിലേക്ക്. സീറോ ബീച്ച് കോവളത്തിന്റെ 2 ബീച്ചുണ്ട്, സീറോ ബീച്ചും ഉണ്ട്, ഒന്നും അല്ലാത്ത ബീച്ചും ഉണ്ട്. 2 ബീച്ച് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ തീർച്ചയായും കാണണം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. മാത്രമല്ല കേട്ടോ, എല്ലാ വീഡിയോയും കാണണം കേട്ടോ, എല്ലാ വീഡിയോയും കാണണം. അതുകൂടാതെ ലൈക്കും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് വീഡിയോകളൊക്കെ വരാനുണ്ട് കേട്ടോ, ഒരുപാട് യാത്രകളൊക്കെ നമ്മള് റെഡിയാകുന്നുണ്ട് അല്ലെ? അതെ അതെ. അപ്പൊ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സ്ഥലത്ത് യാത്ര ചെയ്ത് ഓരോ വീഡിയോ പിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങളും കൂടെ ഓർക്കണം കേട്ടോ. കാരണം വെയിലും മഴയും കൂടാതെ വണ്ടിയിലൊക്കെ ഇരുന്ന് ക്യാമറയൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നതൊക്കെ കുറച്ച് റിസ്ക് ആണ്. എന്ത് തന്നെയാണേലും നമ്മള് ഈ ഒരു യാത്ര ഹാപ്പി അല്ലായിരുന്നു? അടിപൊളിയല്ലായിരുന്നു. തസ്മിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാമേശ്വരമാണ് ധനുഷ്കോടിയായിരുന്നു. പ്രത്യേകിച്ച് അക്കാട മീനും ഇതുപോലെ തന്നെ മത്സ്യവിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്, അക്കാട കേട്ടോ, നമ്മുടെ ധനുഷ്കോടിയിൽ. അപ്പൊ അവിടെ വാഴയിലൂടുവാണ്. പിന്നെ പ്രത്യേകം നമ്മുടെ അക്കാട കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ തസ്മീന് പിന്നെ അവിടുന്ന് വരണ്ട കേട്ടോ, ആ വലിയ മീനൊക്കെ കഴിച്ച് മതി. കാരണം തമിഴ്നാട്ടിൽ ചെല്ലുമ്പോ എല്ലാരും പറയും തമിഴ്നാട്ടിലെ ഫുഡൊന്നും കൊള്ളത്തില്ല, വൃത്തിയില്ല എന്നൊക്കെ സാധാരണ പറയാറ്. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്താണെങ്കിലും നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ധനുഷ്കോടി പോവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കയറി കഴിക്കണം കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ വളരെയധികം ഹാപ്പി ആയിരുന്നു ഈ ഒരു യാത്ര. എന്തായാലും അങ്ങനെ നമ്മളിതാ സീറോ ബീച്ചിലേക്ക് നമ്മൾ എത്താറായി. ഇപ്പൊ ഇതിലേക്കൂടെ തന്നെ അല്ലേ മറ്റേ ബീച്ചിലേക്ക് പോകുന്നത്? താഴത്തോട്ട് ഇറങ്ങി പോയാൽ മെയിൻ ബീച്ച്, ഇല്ലെങ്കിൽ അപ്പുറത്തോട്ടൊക്കെ ഇറങ്ങി പോകണമെങ്കിൽ അങ്ങനെ പോവാം, എങ്ങനെ വേണേലും പോകാം. അപ്പൊ നമ്മള് കോവളത്തെ മനോഹരമായ ബീച്ചിന്റെ അടുത്തേക്ക് എത്താറായിരിക്കുവാണ്. ഇത് കണ്ടാ, വ്യൂ അല്ലേ? ഓരോ ബീച്ചിനും ഓരോ പ്രത്യേകതകളാണ്. അതെ, നമ്മള് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോരോ പ്രത്യേകതകളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ട്രാവൽ ചെയ്യണമെന്ന് പറയുന്നത്, ഒരു സ്ഥലം മാത്രം നോക്കിയിരിക്കരുത്. ഇവിടെ പിന്നെ മീൻപിടുത്തമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതൊന്നും ആരും കളഞ്ഞിട്ടൊന്നുമില്ല. മറ്റേ ബീച്ചിൽ മീൻപിടുത്തം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? വർഷങ്ങൾക്ക് ശേഷമല്ലേ നമ്മൾ വീണ്ടും ഇവിടെ വരുന്നത്. അയ്യോ, എനിക്ക് പക്ഷെ മനസ്സിലാകുന്നില്ല കേട്ടാ, കുറെ വർഷമായില്ലേ. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഇതുപോലെ തന്നെ ചില സ്ഥലത്ത് പോകുമ്പോ കന്യാകുമാരി പോയപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു കുറെ സ്ഥലങ്ങൾ. അങ്ങനെ നമ്മള് സീറോ ബീച്ചിൽ എത്തിയട്ടെ. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ നടന്നിട്ട് നമ്മൾ അപ്പുറത്തെ ബീച്ചിലേക്ക് പോകും. ഈ കുറച്ചു നേരം ഇവിടെയൊക്കെ ഒന്ന് കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ അടുത്ത ബീച്ചിൽ പോകുന്നതായിരിക്കും കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും അപ്പം എല്ലാവർക്കും ബൈ ബൈ.